Hello my dear students, so welcome back once again to Basil's Physics Classroom. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റൊട്ടേഷണൽ ഡൈനാമിക്സ് അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഐ എം ടേക്കിംഗ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ NEET ആൻഡ് ദ JEE ലെവൽ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദാറ്റ്സ് ഓൺ ദ സ്ക്രീൻ. 4 holes of radius r are cut from a thin square plate of side 4r and mass m. Determine inertia of the remaining portion about z axis. ക്വസ്റ്റ്യൻ നമുക്കുള്ളത് എന്താണ്? ഒരു സ്ക്വയർ പ്ലേറ്റ് ഉണ്ട് അല്ലെ? സ്ക്വയർ പ്ലേറ്റില് 4 സർക്കുലർ പ്ലേറ്റ്സ് കട്ട് ചെയ്തെടുത്തു, റൈറ്റ്? ടോട്ടൽ ഈ പ്ലേറ്റിന്റെ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ M ആണ്. ഓരോ സ്ക്വയർ പ്ലേറ്റിന്റെയും ഓരോ സർക്കുലർ പ്ലേറ്റിന്റെയും റേഡിയസ് r ആണ്. അപ്പൊ ഇത് 4r ആണ് അല്ലെ? which means ഇതിന്റെ പകുതി 2r ആയിരിക്കും, which means radius r ആയിരിക്കും. ടോട്ടൽ മാസ് എത്രയാണെന്ന് പറഞ്ഞത്? M ആണ് ടോട്ടൽ മാസ്. ക്വസ്റ്റ്യൻ, ഈ 4 സർക്കുലർ പോർഷൻസും ഇവിടെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം what is the moment of inertia about an axis perpendicular to it and to its center? Okay, അപ്പൊ ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ ഇതാണ്. I remaining, ബാക്കിയുള്ളതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ is equal to I original minus I removed. Okay, I original minus I removed. അപ്പൊ I original എഴുതാൻ എളുപ്പമാണ്. ഒറിജിനൽ എന്ന് പറയുമ്പോൾ this was a square sheet. The square sheet എന്ന് പറയുമ്പോൾ സ്ക്വയർ ലാമിന എന്ന് പറയുമ്പോൾ അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് m a square by 6 ആണ്. m a square by 6 ഇവിടെ സൈഡ് 4r ആണ്. ഇങ്ങനെ എഴുതാം m into 16r square by 6. ഓക്കെ ആണല്ലോ? m a square by 6 ആണ് ഒരു സ്ക്വയർ ലാമിനയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ ഇവിടെ 4r ആണ് സൈഡ്, അപ്പൊ 4 സ്ക്വയർ r സ്ക്വയർ 16r square by 6. I removed കണ്ടുപിടിക്കണം. ഓക്കെ, I removed കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഓരോരുത്തരുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കാം. അപ്പൊ ഈ ഓരോരുത്തരുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ 4 പേരും ഫിഗറിൽ ഇറ്റ് ഡസന്റ് ലുക്ക് ഐഡന്റിക്കൽ ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി ഐഡന്റിക്കൽ. ഓക്കെ, അപ്പോ 4 പേരുടെയും മാസ് അറിയണം. 4 പേരും ഐഡന്റിക്കൽ ആണ്, which means 4 പേരുടെയും മാസും സെയിം ആണ്. ഓക്കെ, അപ്പൊ ഒരു സ്ക്വയർ പ്ലേറ്റ് എടുക്കുമ്പോൾ അവന്റെ മാസ് ആണ് പറയുന്നത് m എന്ന്. സ്ക്വയർ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? മാസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻടു ഡെൻസിറ്റി. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ക്രോസ് സെക്ഷൻ ഇൻടു തിക്നെസ്. തിക്നെസ് t എന്ന് എടുക്കാം. ഈ സർക്കുലർ പ്ലേറ്റ് കട്ട് ചെയ്യുന്ന പ്ലേറ്റിന്റെയും സ്ക്വയർ പ്ലേറ്റിന്റെയും സെയിം തിക്നെസ് ആയിരിക്കും. അപ്പൊ t എന്ന് നമുക്ക് എടുക്കാം. a സ്ക്വയർ, അപ്പൊ 4r the whole square. Okay, ഡെൻസിറ്റിയും തിക്നെസ്സും സെയിം ആയിരിക്കും. അപ്പൊ we can just write m is proportional to 4r square. റീസൺ മനസ്സിലായല്ലോ? വോളിയം ഇൻടു ഡെൻസിറ്റി ആണ്. വോളിയം ഏരിയ ക്രോസ് സെക്ഷൻ അതെടുത്തു, ഇൻടു തിക്നെസ് ഉണ്ടായിരുന്നു, അത് രണ്ടുപേരുടെ സെയിം ആണ്. ഇവന്റെ എടുക്കുമ്പോൾ സെയിം വരും, റേഷ്യോ എടുക്കുമ്പോൾ പൊക്കോളും. ഇൻടു ഡെൻസിറ്റിയും സെയിം തന്നെ ആയിരിക്കും. ഇനി പുതിയ പ്ലേറ്റിന്റെ m ഡാഷ് ഇവന്റെ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. m ഡാഷ് പ്രൊപ്പോർഷണൽ ടു സർക്കുലർ പ്ലേറ്റിന്റെ ഏരിയ എന്താ? പൈ r സ്ക്വയർ അല്ലെ? സർക്കുലർ പ്ലേറ്റിന്റെ ഏരിയ പൈ r സ്ക്വയർ. സോ പൈ r സ്ക്വയർ. ഫൈൻ, ഇത്രയായില്ലേ? ഇനി നമുക്ക് ഇവിടെ m ഡാഷ് കണ്ടുപിടിക്കാം. റേഷ്യോ എടുത്താൽ മതി. അപ്പൊ ഇവിടെ വോളിയം ഡെൻസിറ്റി ഇൻടു തിക്നെസ് ഞാൻ ഇവിടെ എടുത്തില്ല, റേഷ്യോ എടുക്കുമ്പോൾ ക്യാൻസൽ ആയി പോകും, അതുകൊണ്ടായിരുന്നു എടുക്കാത്തത്. So you get m dash by m is equal to r square cancel ആയി പോയി. You'll be getting pi by 16 or m dash is equal to m pi by 16. അപ്പൊ m pi by 16 എന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത്, m ഡാഷിന്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരട്ടെ. ഒരു കാര്യം കൂടി ഉണ്ട്, മാസ് കിട്ടിയുള്ളൂ, മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം അല്ലെ? മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ ഒരു ഡിസ്ക് എടുക്കുമ്പോൾ അവന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിന്റെ ഇങ്ങനെ ഇരിക്കുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണത്? mr square by 2 ആണ്. ഓക്കെ, വാല്യൂസ് ഓർമ്മയില്ലെങ്കിൽ റൊട്ടേഷണൽ മോഷന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ് ഗോ ആൻഡ് വാച്ച് ദാറ്റ്. ഓക്കെ, സോ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? mr square by 2 ആണ്. പക്ഷെ നമുക്ക് ഈ ആക്സിസ് എബൌട്ട് അല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എബൌട്ട് ദിസ് ആക്സിസ്. ഈ ഒരു ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആര്? ഇവിടെ കോസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇവന്റെ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാം, ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കണം. നോക്കിക്കേ, ഇതും രണ്ടും പാരലൽ അല്ലേ?
അപ്പൊ രണ്ട് ആക്സിസും പാരലൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് തിയറം യൂസ് ചെയ്യാം? പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യാം. അപ്പൊ മേക്കിംഗ് യൂസ് ഓഫ് പാരലൽ ആക്സിസ് തിയറം, ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ റൈറ്റ് ഇറ്റ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to, അപ്പൊ ഇവന്റെ മാസ് നമുക്കറിയാം. അപ്പൊ നമുക്ക് m ഡാഷ് ഇടാം, ലാസ്റ്റ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ m ഡാഷ് r square by 2. പാരലൽ ആക്സിസ് തിയറം എന്താ പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ about this axis will be ICM plus mx square. x എന്ന് വെച്ചാൽ ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇത് r ആണ്, ഇതും r ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താ വരും? അവന്റെ ഇവിടെ ഇത് r തന്നെ വരും അല്ലെ. അപ്പൊ ഇത് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് r square plus r square എന്ത് വരും? r root 2. ഇത് r root 2 വരും. ഓക്കെ, നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ m ഡാഷ് ഫസ്റ്റ് വൺ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ICM, സെന്റർ ഓഫ് മാസ് ഉള്ളത്, m ഡാഷ് r square by 2 പ്ലസ് mx square അല്ലെ. അപ്പൊ m ഡാഷ് ഇൻറ്റു x എന്ന് പറയുമ്പോൾ r root 2, which means 2r square എന്ന് വരും. ഫൈൻ, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ ബി 2 അങ്ങോട്ട് വരുമ്പോൾ 4 വരും, 5 വരും അല്ലെ. 5m ഡാഷ് r square by 2 എന്ന് വരും. ഫൈൻ, അപ്പൊ ഇതാണ് ഒരു സർക്കുലർ പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദിസ് ആക്സിസ്. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് എത്ര പേരുടെയാ? 4 പേരുടെ വേണം. ആരുടെ? 1 2 3 4 അല്ലെ. വിച്ച് മീൻസ് ഇൻറ്റു 4 എഴുതാൽ മതി. അപ്പൊ I റിമൂവ് കിട്ടി. I റിമൂവ് is equal to മൈനസ് m4 into m ഡാഷിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, m pi by 16 into 5 by 2 r square. ഓക്കെ, അപ്പൊ ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഇനി എന്തെങ്കിലും ടേംസ് ഒക്കെ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുമോ നോക്കാം. അവിടെ സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ഉണ്ടോ നോക്കാം. അപ്പൊ ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ ഇതെന്ത് വരും? 4 വരും. ഇനി എന്താ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ? ഇവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ 8 വരും, ഇവിടെ 3 വരും. ഓക്കെ, എനിത്തിങ് എൽസ്? ഇത്രയല്ലേ ഉള്ളൂ. ഇനി കോമൺ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. m r square കോമൺ ആണ്, ഐ ആം ടേക്കിംഗ് ഇറ്റ് ഔട്ട്സൈഡ്. m r square പുറത്തെടുത്തു. ബ്രാക്കറ്റിൽ I will have 8 by 3 minus ഇവിടെ we will have 5 by 8 pi എന്ന് വരും. 5 by 8 pi, right? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം നമുക്കത്. That is equal to mr square into 16 minus 5 pi divided by 8 3 is 24. So what is the corresponding moment of inertia? mr square into 16 minus 5 pi by 24. Okay, അപ്പോ I hope the condition is clear. നമ്മൾ ചെയ്ത മെത്തേഡ് മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? എനിക്ക് about this axis ഉള്ള moment of inertia കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? I original full square minus I removed. റിമൂവ് നമ്മൾ ഈ 4 എണ്ണം റിമൂവ് ആയി. ഞാൻ ഒരാളെ എടുത്തു, എന്നിട്ട് അവന്റെ മാസ് കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഇവൻ ഇവിടെ കോസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. അത് ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ആൻഡ് യു ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഇവിടെ 4 into 1 എന്തുകൊണ്ടാണ്? 4 പേരുടെയും എടുക്കണം, അതുകൊണ്ട് 4 into 1. Okay, clear, right? So let's move on to the next one. The diameter of a solid disk is 0.5 meter and its mass is 16 kilogram. What torque will increase its angular velocity from 0 to 120 rotations per minute in 8 seconds? ഈ ക്വസ്റ്റനിൽ എന്താ തന്നിട്ടുള്ളത്? നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സോളിഡ് ഡിസ്ക് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ സോളിഡ് ഡിസ്കിന്റെ ആംഗുലാർ വെലോസിറ്റി ശ്രദ്ധിക്കണം. ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് തന്നിട്ടുള്ളത് റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി ഫ്രീക്വൻസി ആണ് തന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ മാറിപ്പോകരുത്, അതുകൊണ്ട് ഞാൻ ഒമേഗ വെട്ടി ഫ്രീക്വൻസി നൽകിയിരുന്നത്. അപ്പൊ എത്ര ടോർക്ക് കൊടുത്താലാണ് ദിസ് ഇസ് പോസിബിൾ എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ടോർക്ക് ആംഗുലാർ വെലോസിറ്റിയിലുള്ള ഇൻക്രീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിലേഷൻ ടോർക്ക് ഇൻടു ഡെൽറ്റ ടി is equal to I omega 1 minus I omega 2, or final angular velocity, final momentum minus initial momentum. Okay, angular momentum. ഇത് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ നമുക്ക് ഡെൽറ്റ ടി തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റനിൽ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ടി ഗിവൺ? ഇറ്റ് ഇസ് ഗിവൺ as 8 seconds അല്ലെ. അപ്പൊ നമുക്ക് ടൈം അറിയാം, I കണ്ടുപിടിക്കാം. എങ്ങനെ? ഡയാമീറ്റർ അറിയാം, മാസ് അറിയാം. So solid disk എന്ന് പറയുമ്പോൾ ഒരു moment of inertia is m r square by 2 about its central axis. m 16 ആണ്, r എന്ന് പറയുമ്പോൾ 0.5 by 2 വരും. So 0.5 means 0.25 by
2. 2 square 4 varum, 8 varum. Okay, so that will be 2, or that is equal to 0.25 into 0.5 varum. 25 into 2 എന്ന് പറയുമ്പോൾ 5 is 10, 550. അപ്പോൾ 0.5, right? 0.5 വന്നു നമ്മുടെ moment of inertia. Okay. Now, I കിട്ടി omega 1, omega 2 കണ്ടുപിടിക്കണം. അപ്പോൾ ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഫ്രീക്വൻസി 0 ആണെങ്കിൽ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്ത് തന്നെയാണ്? 0 ആയിരിക്കും. അപ്പൊ ഇനി ഫൈനൽ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി. ഫൈനൽ ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, റൊട്ടേഷൻസ് പെർ മിനിറ്റിനെ റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആക്കണം. എങ്ങനെ? ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. അപ്പൊ 120 ഡിവൈഡ് ബൈ 60 എത്ര വരും? 2. അപ്പൊ ഫ്രീക്വൻസി 2 വരും. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ എഫ് ആണ്, which means 2 pi into 2, or that is 4 pi. ഒമേഗ കിട്ടി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ടോർക്ക് കണ്ടുപിടിക്കാൻ ടോർക്ക് into 8 is equal to 8 seconds ആണ് പറയുന്നത്. I 0.5 ആണ്. ഒമേഗ it's 4 pi. Or torque is equal to എത്ര വരും? ക്യാൻസൽ ചെയ്യാം. 2 വരും. 0.5 by 2. 0.5 by 2 pi. Okay? Or 0.5 എന്ന് പറഞ്ഞാൽ 1 by 2 അല്ലേ? Which means that is pi by 4. Now the torque will be pi by 4, and only if we apply this much torque, the angular velocity or the so-called frequency will increase from 0 to 120 rotations per minute. Okay. അപ്പോൾ ടോർക്കിന്റെ ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ഇമ്പൾസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത്, ലോസ് ഓഫ് മോഷൻ നമ്മൾ കാണുന്ന ഇമ്പൾസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്താണ് ഞാനിത് ചെയ്തത്. ഓക്കെ, ഈ കൺസെപ്റ്റിനെ യൂസ് ചെയ്യണമെന്നില്ല, അല്ലാതെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, റൈറ്റ്. ആൻഡ് മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. A rotating table has angular velocity omega and moment of inertia I1. A person of mass m stands on center of a rotating table. If the person moves a distance r along its radius, then what will be the final angular velocity of the rotating table? ഈ ചോദ്യത്തില് ഒരു പേഴ്സൺ അല്ലെ, ഒരു പേഴ്സൺ സ്റ്റാൻഡിങ് അറ്റ് ദ സെന്റർ ഓഫ് എ റൊട്ടേറ്റിംഗ് ടേബിൾ. സെന്ററിൽ ഒരാൾ നിൽക്കുക. സെന്ററിൽ ഒരാൾ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ എന്താ? സെന്ററിലാണ് നിൽക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഉണ്ടാവും? ഇല്ല, 0. അപ്പൊ അവനെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഡിസ്റ്റൻസ് 0 ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദിസ് ഒബ്ജക്ട് എടുക്കുമ്പോൾ, that is this person എടുക്കുമ്പോൾ 0 വരും. അപ്പൊ ഇനീഷ്യൽ ആംഗുലർ മൊമെന്റം is equal to ഫൈനൽ ആംഗുലർ മൊമെന്റം ആണ് if there is no external torque acting on the body. അപ്പൊ ആംഗുലർ മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ ചെയ്യും? ഇനീഷ്യലി പുള്ളി ഇവിടെ നിൽക്കുമ്പോൾ ഇറ്റ് ഇസ് റൊട്ടേറ്റിംഗ് വിത്ത് ഒമേഗ 1 എന്നാണ് പറയുന്നത്. അപ്പൊ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാം, I1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനീഷ്യൽ വിൽ ബി I1 ഒമേഗ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ. ഫൈനൽ എത്ര വരും? ഫൈനൽ ഇദ്ദേഹം ഒരു ഡിസ്റ്റൻസ് ഇങ്ങോട്ട് നീങ്ങി. എത്ര ഡിസ്റ്റൻസ് ആ? ഒരു ഡിസ്റ്റൻസ് r ഇങ്ങോട്ട് നീങ്ങി. ഇയാളുടെ അദ്ദേഹത്തിന്റെ മാസ് m ആണ്. ഓക്കെ, which means രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കണം, ഇദ്ദേഹത്തിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കണം. which means ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1 പ്ലസ് അദ്ദേഹത്തിന്റെ mr1 സ്ക്വയർ. mr എന്ന് പറഞ്ഞിരിക്കുന്നത്, സോ mr സ്ക്വയർ ഇൻറ്റു ഒമേഗ ഡാഷ്. ഓക്കെ, അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആരുടെയൊക്കെ ഉണ്ട്? ഡിസ്കിന്റെ എടുക്കണം, ഇദ്ദേഹത്തിന്റെ എടുക്കണം. ഓക്കെ, ദാറ്റ് പേഴ്സന്റെ എടുക്കണം. which means omega dash will be equal to I1 omega 1 divided by I1 plus mr square. Okay, so that is the final answer. അപ്പൊ ഇതിനൊക്കെ വാല്യൂസ് ഉണ്ടെങ്കിൽ you have to find the correct value there. Okay, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക എളുപ്പത്തില് മൊമെന്റം കൺസർവേഷൻ, അതായത് ആംഗുലർ മൊമെന്റം കൺസർവേഷൻ യൂസ് ചെയ്താണ് ഇതൊക്കെ സോൾവ് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ മനസ്സിലുണ്ടാകണം. അപ്പൊ എളുപ്പത്തിൽ ആൻസേഴ്സിലേക്ക് എത്താം. Okay, so let's move into the next one. A thin meter scale is kept vertical by placing its one end on floor. Keeping the end in contact stationary, it is allowed it to fall. Calculate the velocity of its upper end when it hits the floor. അപ്പോൾ ഒരു തിൻ മീറ്റർ സ്കെയിൽ അല്ലെ, തിൻ മീറ്റർ സ്കെയിൽ തിക്നെസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇവന്റെ മാസ് നമുക്ക് m എന്ന് എടുക്കാം. അപ്പോ ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് സെന്റർ ഓഫ് മാസ്, ഇവന്റെ മാസ് ഇരിക്കുന്നത് എവിടെയായിരിക്കും? ഇവന്റെ സെന്ററിലായിരിക്കും. എവിടെ? ഇവന്റെ സെന്ററിൽ. അപ്പൊ ഇതിന്റെ ലെങ്ത് L ആണെങ്കിൽ ഇവന്റെ മാസ് ഇരിക്കുന്ന ഈ പോയിന്റിലാണ്, which means that L/2. ഇത് താഴത്തേക്ക് ഇങ്ങനെ വീഴുമ്പോ, ഇതിങ്ങനെ താഴത്തേക്ക് വീഴുമ്പോ it is actually moving about its one end. ഈ നിലത്തിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഒരു എൻഡിനെ about ആണ് it is moving. കണ്ടോ? It is moving about its one end, which means
ഈ എൻഡിലൂടെ പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയണം ഫോർ എ റോഡ്. For a rod, and moment of inertia about an axis passing through its one end is given by I is equal to ml square by 3. That is the equation. ഒരു എൻഡിലൂടെ പോകുന്നത് ml square by 3. Okay. അപ്പൊ ഇനീഷ്യലി ഇവനെ ഇരിക്കുമ്പോൾ it has a potential energy. ഇങ്ങനെ വന്ന് വീഴുമ്പോൾ അതെന്തായി മാറി? കൈനറ്റിക് എനർജി റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി ആണ് അവിടെ എന്തായി മാറുന്നത്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. എനർജി കൺസർവേഷൻ ഉപയോഗിക്കാം. അപ്പൊ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എം ജി എവിടെ ഇരിക്കുന്ന മാസ്? സെന്റർ ഓഫ് മാസ് അല്ലെ, L/2. ഓക്കെ, ദാറ്റ് ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി ഹാഫ് I omega square. All this is equal to half into I എത്രയാണ്? ml square by 3 omega. Omega is equal to v by r എന്നാണ് പഠിക്കുന്നത്. ഇവിടെ റേഡിയസ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്, L ആണ്. അപ്പോ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ v സ്ക്വയർ ബൈ L സ്ക്വയർ എന്ന് നോക്കും. L സ്ക്വയർ ക്യാൻസൽ ആയി പോയി, എമ്മും ക്യാൻസൽ ആയി പോയി, റൈറ്റ്? ഒരു ടൂം ക്യാൻസൽ ആയി പോയി. സോ യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ആസ് v സ്ക്വയർ ഇസ് ഈക്വൽ ടു g ഉണ്ട്, L ഉണ്ട്, ബാക്കി ഇവിടെ ഒരു 3 മാത്രമേ ഉള്ളൂ, 3gl. Or v is equal to root of 3gl, which is the final answer. Okay, അപ്പോ എനർജി കൺസർവേഷൻ ഉപയോഗിച്ച് നമ്മൾ ആൻസറിലേക്ക് എത്തി. ഇനീഷ്യലി പൊട്ടൻഷ്യൽ എനർജി ഇവിടെ എത്തിയപ്പോൾ it is getting converted into its kinetic energy, and based on that we are arriving at the answer. Clear? Right? So let's move into the next one. If the kinetic energy of a body is increased by 300%, then determine percentage increase in its angular momentum. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നു കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി ഈസ് ഇൻക്രീസ് ബൈ 300%. കൈനറ്റിക് എനർജി 300% ആണ് ഇൻക്രീസ് ചെയ്തത് അല്ലെ? അപ്പൊ ഇൻക്രീസ് ബൈ 300% എന്ന് പറയുമ്പോൾ പുതിയ കൈനറ്റിക് എനർജി കെ ഇ ഡാഷ് എന്ന് പറയുന്നത് കെ ഇ പ്ലസ് 300 by 100 into കെ ഇ. അപ്പൊ ഇൻക്രീസ് ബൈ ആണോ 2 ആണോ പറയുന്നത് ശ്രദ്ധിക്കണം. ഇൻക്രീസ് ടു 300 എന്ന് വെച്ചാൽ നമ്മൾ എന്താ എഴുതാം? 300 by 100 കെ എന്ന് എഴുതിയാൽ മതി. പക്ഷെ ഇൻക്രീസ് ബൈ ആണെങ്കിൽ initial plus that value. So this will be equal to 4ke എന്ന് വരും, ke dash. Okay, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം കൈനറ്റിക് എനർജിയുടെയും ആംഗുലർ മൊമെന്റിന്റെയും ലിങ്ക് ചെയ്യുന്ന റിലേഷൻ. കൈനറ്റിക് എനർജി is equal to L square by 2I അല്ലെ? അപ്പൊ പുതിയ കൈനറ്റിക് എനർജി ke dash എഴുതുമ്പോൾ ke dash which is equal to 4ke which is equal to L dash square by 2I. Okay, രണ്ടിന്റെ റേഷ്യോ എടുക്കാം നമുക്ക്. k ക്യാൻസൽ ആയി പോവും, 2i ക്യാൻസൽ ആയി പോവും. That will be L dash square by L square which is equal to 4. Okay, or L dash square is equal to, or L dash is equal to 2L, which means L dash എത്രയായി? 2L ആയി. പക്ഷെ L dash എത്രയായി എന്നല്ല നമ്മളോട് ചോദിക്കുന്നത്, എന്തോ ഒരു ഇൻക്രീസ് ആയി എന്നാണ് ചോദിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ 2 വന്നാൽ അതിന്റെ അർത്ഥം അത് 200% എന്നാണ്. അപ്പോൾ എത്ര ഇൻക്രീസ് ആയി എന്നെങ്ങനെ കണ്ടുപിടിക്കും? ഇനീഷ്യലി എത്രയായിരുന്നു? L ആയിരുന്നു, ഇപ്പൊ 2L ആയി. So change in L is equal to L dash minus L which is equal to 2L minus L, that is L. അല്ലെ? അപ്പൊ 1L എന്ന് വന്നാൽ അതിന്റെ അർത്ഥം 1 ആണ് വരുന്നതെങ്കിൽ 100% ഇൻക്രീസ് ആയി എന്നാണ് അർത്ഥം. സപ്പോസ് ഇവിടെ വരുന്നത് 1.2L ആണെന്ന് വിചാരിച്ചു. 1.2L ആണെങ്കിൽ അതിന്റെ അർത്ഥം 20% ഇൻക്രീസ് ആയി എന്നാണ്. ഓക്കെ, സോ കറസ്പോണ്ടിംഗ്ലി വരുന്ന വാല്യൂ നോക്കി വേണം ആൻസറിലേക്ക് എത്താൻ. അപ്പൊ ഇവിടെ 1L വന്നാൽ ഇറ്റ് ഈസ് ബിക്കമിങ് വാട്ട്? ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് ബൈ 100%, and that is the corresponding answer for the question. Okay, so I hope the condition is clear. Okay, right, so let's move into the next one. A thin hollow cylinder slides without rotating with a speed v, rolls with the same speed without slipping. Find ratio of kinetic energy in the two cases. ഒരു ഹോളോ സിലിണ്ടർ ആണ് കയ്യിലുള്ളത് അല്ലെ? ഒരു ഹോളോ സിലിണ്ടർ എന്ന് പറയുമ്പോൾ അവന്റെ ജോമെട്രിക്കൽ ആക്സിസ് എബൌട്ട് നോക്കുമ്പോൾ അവന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പോലെ തന്നെയാണ്. I is equal to mr square. ഓക്കെ, ഫസ്റ്റ് കേസിൽ ഇതൊരു ഇൻക്ലൈൻ പ്ലെയിൻ താഴത്തേക്ക് വരുന്നത് ഓൺലി there is a slipping motion, റോളിംഗ് ഇല്ല. സ്ലിപ്പിംഗ് മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് പറയാം ഇത് ഇങ്ങനെ തെന്നി പോവാണ്, ഇത് ജസ്റ്റ് ഗോയിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അവിടെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൺലി translational kinetic energy, E translational, which will be equal to half mv square, nothing else, half mv square. Translational kinetic energy ആണ് അവിടെ വരുന്നത്.
ഓക്കെ, ഇനി രണ്ടാമത്തെ കേസിൽ ഇറ്റ് ഇസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഉരുണ്ട് പോകുമ്പോൾ അവിടെ വരുന്നത് രണ്ട് കൈനറ്റിക് എനർജിയാണ്. ഒന്ന് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, നേരെ പോകുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ. രണ്ട് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അപ്പൊ സെക്കൻഡ് കേസിൽ ഈ റോളിംഗില് ഹാഫ് എം വി സ്ക്വയർ ഉണ്ട്, അതുപോലെ ഹാഫ് ഇൻറ്റു ഐ എന്താ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇവിടെ ചെയ്തു പോവാം. എം ആർ സ്ക്വയർ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. വാട്ട് ഇസ് ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ ആണ്, the whole square. Okay, now this is equal to, simplify ചെയ്യുമ്പോൾ half mv square plus r square പോയി half mv square അല്ലേ? this is equal to 2 into half mv square. ഇനി ചെയ്യാൻ എളുപ്പമല്ലേ? ഈ ട്രാൻസ്ലേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്, ഈ റൊട്ടേഷണൽ യു കെ ഗെറ്റിംഗ് ഇറ്റ് ആസ് 2 into half mv square, which means the ratio et by er will be equal to half mv square cancel ആയി. You will be getting 1:2 as the answer. Okay, a translation by rotational kinetic energy എത്രയാണ്? 1:2 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ? അപ്പോൾ റോളിംഗ് ആണെങ്കിൽ ട്രാൻസ്ലേഷനിലുണ്ട് റൊട്ടേഷൻ കൈനറ്റിക് എനർജി. ഈ റൊട്ടേഷൻ കൈനറ്റിക് എനർജി എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ. അതിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഞാൻ. ഓക്കെ, അത് ഇത് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. ക്ലിയർ? അതുപോലെ സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ നമ്മുടെ ഡിസ്കിന് സിമിലർ ആണ്. അവന്റെ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ വിൽ ബി ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും. ഓക്കെ, റൈറ്റ്. സോ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. Two circular discs having radius r and mass density sigma and 2 sigma respectively are placed as shown in figure. Then find out the position of center of mass of the system. അപ്പോൾ രണ്ട് ഡിസ്ക് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരാളുടെ മാസ് ഡെൻസിറ്റി സിഗ്മ, മറ്റേയാളുടെ 2 സിഗ്മ. രണ്ടുപേരുടെയും റേഡിയസ് സെയിം ആണ്. നമുക്ക് ആദ്യം ഇവരുടെ മാസ് കണ്ടുപിടിക്കാം, സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ m1 is equal to മാസുകൾ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. അപ്പോൾ പൈ ആർ സ്ക്വയർ ഏരിയ ഇൻറ്റു ദ തിക്നെസ് ഇൻറ്റു സിഗ്മ. ഓക്കെ, സെക്കൻഡ് എടുക്കുമ്പോൾ m2 എടുക്കുമ്പോൾ that will be pi r square thickness into 2 sigma. ഓക്കെ, അപ്പൊ തിക്നെസിനെ കുറിച്ച് അവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ ടി എന്ന് എടുത്തത്. അപ്പൊ അവരൊന്നും പറയാത്തത് കൊണ്ടാണ് assuming that they both are having the same thickness. ഓക്കെ, റൈറ്റ്. സോ ഇനി അടുത്ത പോയിന്റ് m1 ഉം m2 നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നിങ്ങൾ ഓർക്കണം m1 ഇവന്റെ സെന്ററിലായിരിക്കും, m2 എന്ന് പറയുന്നത് ഇതിന്റെ സെന്ററിലായിരിക്കും. അപ്പൊ നമുക്കൊന്ന് വരയ്ക്കാം. സോ ദിസ് വിൽ കറസ്പോണ്ട് ടു m1, this will correspond to m2. ഓക്കെ അല്ലേ? ഇനി m1 ഞാൻ എന്റെ ഒറിജിൻ ആയിട്ട് ചൂസ് ചെയ്യുന്നു. m1 തന്നെ എപ്പോഴും ഒറിജിൻ ആക്കണമെന്നില്ല, m2 എടുക്കാം. ഒറിജിൻ എന്ന് പറയുമ്പോൾ കോർഡിനേറ്റ് 0,0. ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാം, r plus r 2r ആണ് ഡിസ്റ്റൻസ്. ഓക്കെ, let me consider a point p at a distance x from m1. ഇനി നമുക്ക് ഇവിടത്തെ ഇതാണ് സെന്റർ ഓഫ് മാസ് ഇരിക്കുന്ന പൊസിഷൻ, അത് കണ്ടുപിടിച്ചാൽ പ്രോബ്ലം സോൾവ് ആയി. അപ്പൊ നമുക്കറിയാം RCM സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ m1 x1 plus m2 x2 divided by m1 plus m2 ആണ്. ഓക്കെ, now based on this നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? x1 എന്ന് പറഞ്ഞാൽ ഒറിജിനുള്ള ഡിസ്റ്റൻസ് ആണ്, അത് ഇവിടെ 0 ആണ്, m1 അതാണ് നമ്മുടെ ഒറിജിൻ. so that is equal to m2 x2. m2 എന്ന് പറഞ്ഞാൽ pi r square t 2 sigma into x2 എന്ന് പറയുമ്പോൾ 2r വരും divided by m1 plus m2. ഇത് രണ്ടും ആഡ് ചെയ്യാം. so that will be 3 pi r square t sigma, right? അപ്പോൾ കുറച്ച് ടേംസ് ക്യാൻസൽ ആയി പോയി. pi r square t sigma, pi r square t sigma. so what is remaining? നമുക്ക് ഇവിടെ വരുന്നത് 4r divided by 3. so what is RCM? 4r divided by 3 from the mass m1. ഇനി m2 എന്നാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ എന്ത് ചെയ്താൽ മതി? 2r, അതിലെ ടോട്ടൽ ഡിസ്റ്റൻസ് 2r മൈനസ് ഇത് ചെയ്താൽ മതി. 4r by 3 ചെയ്താൽ നമുക്ക് m2 എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, മെത്തേഡ് മറന്നു പോയത്. അപ്പൊ ഒരു ഷേപ്പ് തന്നു കഴിഞ്ഞാൽ ഇപ്പൊ ചിലപ്പോ ഇങ്ങനൊരു ഷേപ്പ് ആയിരിക്കും തരുന്നത്, ഇങ്ങനൊരു ഷേപ്പ് വരും. ഓക്കെ, അപ്പൊ ഇവന്റെ സെന്റർ ഓഫ് മാസ് ഐഡന്റിഫൈ ചെയ്യണം, ഇവന്റെ സെന്റർ ഓഫ് മാസ് ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ള സെയിം മെത്തേഡ്. ഇത് m1, ഇത് m2, x എടുക്കുക. That's it. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് കോമൺലി ഷേപ്ഡ് ഒബ്ജക്ട്സിന്റെ ട്രയാംഗിളിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്, സെമി സർക്കിളിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയാണ്, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, എന്നാലേ ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദ ക്വസ്റ്റൻ ഇസ് ക്ലിയർ. ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഐ ആം മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് വൺ. Adjoining diagram has 3 discs in which each has mass m and radius capital R.
Find the moment of inertia of the system about axis x, x dash. അപ്പോൾ 3 ഡിസ്ക് ആണുള്ളത്. ഇങ്ങനെ ഇരിക്കുന്ന 3 ഡിസ്ക്. അപ്പൊ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ട് എക്സ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3 ഡിസ്ക് ആണ്. ഈ ഡിസ്കിന്റെ ഡയാമീറ്ററിലൂടെയാണ് ഈ ആക്സിസ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിസ്കിന്റെ about this ആക്സിസ് ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. ഈ ഡിസ്കിന്റെ about this ആക്സിസ് ഉള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കണം. അപ്പൊ 3 പേര് ഐഡന്റിക്കൽ ആണ്. നമുക്ക് ആർ എന്ന് എടുക്കാം. ആർ. ഓക്കെ, ഇത് ഇതിന്റെ ഡയമീറ്റർ തന്നെയാണ്. സോ നോ പ്രോബ്ലം. Now what is the moment of inertia of a disk about its diameter? എന്താണ്? That is equal to m r square by 4 ആണ് അല്ലെ. അപ്പൊ ഇവന്റെയും പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്ത് we can find out what is the moment of inertia about this axis. So I dash എന്ന് വിളിക്കാം. That will be equal to ICM plus mx square, or that is equal to mr square by 4 plus mr square. Parallel axis theorem. Okay, the parallel axis theorem clear ആണെങ്കിൽ please do watch system of particles ന്റെ വീഡിയോ കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നു, അത് കണ്ടിട്ട് ഇത് ചെയ്യുമ്പോഴേ ക്ലിയർ ആവത്തുള്ളൂ, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് വരും. ഓക്കെ, അത് അറിയാവുന്നവരാണെങ്കിൽ absolutely no problem. So this is equal to 5 mr square by 4 എന്ന് വരും. ഓക്കെ, എന്തോന്നു 5 mr square by 4 എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് I dash കിട്ടി. ഇനി ഇവൻ ഇവിടെ കോസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഇവൻ ഇവിടെ കോസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. which means നമുക്ക് ഇങ്ങനെ എഴുതാം, the moment of inertia of these two disks will be equal to I double dash, which is equal to 2I dash ആയിരിക്കും. ഓക്കെ, which means നമുക്ക് finally I along x x dash എങ്ങനെ എഴുതാം? this is equal to 2I dash ഇവനും കോസ് ചെയ്യുന്നത് പ്ലസ് ഇവന്റെ ഡയാമീറ്റർ തന്നെയാണ് ആക്സിസ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പ്ലസ് mr square by 4. This is equal to 2I dash എന്ന് പറയുമ്പോൾ that will be 2 into 5 by 4 mr square plus mr square by 4 അല്ലെ. that is equal to 5 is 10 ആണ്. 11 mr square by 4 will be the final answer. എന്താണ്? 11 mr square by 4. അപ്പൊ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ ഡിസ്ക് ആണ്, ചിലപ്പോൾ സ്പിയർ വരാം. വെറും സ്പിയർ എന്ന് കേട്ടാൽ സോളിഡ് സ്പിയർ എന്ന് എടുത്തോളാം. ഹോളോ സ്പിയർ ആണെങ്കിൽ സ്പെസിഫിക്കലി അവർ പറയും. ഓക്കെ, അപ്പൊ സ്പിയർ വെച്ച് വരാം, 4 സ്പിയർ വെച്ച് വരാം, പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഐഡിയ ഇത്രയേ ഉള്ളൂ, ഏത് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണോ കണ്ടുപിടിക്കേണ്ടത്, ബാക്കി എല്ലാത്തിനെയും ആ ആക്സിസിലേക്ക് കൊണ്ടുവരണം. ഇവനൊന്നും ചെയ്യേണ്ടി വരുന്നില്ല, കാരണം ആ ആക്സിസിലൂടെ തന്നെയാണ്. ഇവന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എങ്ങോട്ട് കൊണ്ടുവരണം? we have to take the moment of inertia about this axis, an axis passing through a tangent of this disk. Okay, I hope the condition is clear. Tangent already അറിയാവുന്നവരാണെങ്കിൽ ഈ സ്റ്റെപ്പ് ഒന്നും വേണ്ട, പെട്ടെന്ന് ചെയ്തു പോവാം. Okay, so let's move on to the next one now. A solid cylinder of mass 50 kg and radius 0.5 meter is free to rotate about the horizontal axis. A massless string is wound around the cylinder with one end attached to it and other hanging freely. Tension in the string required to produce an angular acceleration of 2 revolutions per second is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ again ഒരു previous NEET ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് what is the tension here so that ഈ cylinder should rotate with an angular acceleration of 2 revolutions per second square. revolutions per second square അല്ല നമ്മുടെ യൂണിറ്റ് ആൽഫയുടെ. ഓക്കെ, റേഡിയൻസ് per second square ആണ് കേട്ടോ. അപ്പൊ അവിടെ നെസസറി കൺവേർഷൻ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്ത് വെക്കാവുന്ന. അപ്പൊ ആൽഫ will correspond to revolutions per second square എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ revolutions per secondനെ ആൽഫ ആക്കാൻ ഇത്രയേ ഉള്ളൂ, 2π into 2 ചെയ്താൽ മതി. nothing else. 2π into 2 ചെയ്താൽ you'll be getting 4π radians per second square. ഓക്കെ, നമ്മൾ 2π f ചെയ്തില്ലേ, അതുപോലെ തന്നെ 2π into 2 ചെയ്താൽ 4π radians per second square കിട്ടി. ഇനി റേഡിയസ് അറിയാം, മാസ് 50 കിലോഗ്രാം അറിയാം. അപ്പൊ ഇവിടെ വരുന്ന ടെൻഷൻ which is a tangential force acting on the cylinder, അതാണ് ഇവനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ടോർക്ക് is equal to r cross f or simply rf, that is equal to I alpha. ഓക്കെ, അപ്പൊ r നമുക്കറിയാം 0.5. ഈ ഫോഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ടെൻഷൻ is equal to I. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ ഫോർമുല അറിയാം, സോളിഡ് സിലിണ്ടറിന്റെ about its geometrical axis കുറച്ചു മുമ്പ് പറഞ്ഞു ഞാൻ, m r square by 2 into alpha. ആൽഫ അറിയാം വാല്യൂ അല്ലെ, ആൽഫയുടെ വാല്യൂ 4π എന്ന് കിട്ടി. Now substitute ചെയ്താൽ നമുക്ക് അപ്പൊ t is equal to 0.5 and 2 1i
mr square, mass mass is 50 kilogram, 50 into radius square, 0.5 square, 0.25 into 4 pi. Okay, or tension will correspond to what? 5 fours are 20, but 200 varum, 200 into 25. But under 0 25 varum, 250 pi. The tension should be what? 50 pi should be the tension, so that this can rotate with an angular velocity, angular acceleration of 2 revolutions per second square. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ചിലപ്പോ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്, ടെൻഷൻ ഇവിടെ ഒരു മാസ് കൂടി വരും ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ. അപ്പൊ നമുക്ക് ടെൻഷൻ കണ്ടുപിടിക്കാൻ പറ്റും, എന്നിട്ട് ആക്സലറേഷൻ കണ്ടുപിടിക്കുന്ന രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, റിലേറ്റഡ് ആയി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. റൈറ്റ്, അപ്പൊ ഇത് മെത്തേഡ് ക്ലിയർ ആണല്ലോ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഐ ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. അപ്പോ റൊട്ടേഷൻ ഡൈനാമിക്സിൽ ഇനിയും വീഡിയോസ് വരും, ഡോണ്ട് വറി, ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. So in case you have any doubts, feel free to comment below, and till we meet in the next video, thank you.